അമേരിക്കയ്ക്ക് വീണ്ടും പ്രഹരമേൽപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ യുദ്ധക്കപ്പലിലും തീപിടുത്തം കപ്പലിന്റെ എഞ്ചിൻ റൂം തകർന്നു. ഇറാനുമായുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ അമേരിക്കൻ നാവികസേനയ്ക്ക് വൻ തിരിച്ചടി. പശ്ചിമേഷ്യൻ കടലിൽ വിന്യസിച്ചിരുന്ന മൂന്നാമത്തെ യുഎസ് കപ്പലിലും തീപിടുത്തമുണ്ടായി. കപ്പലിന്റെ എഞ്ചിൻ റൂം പൂർണ്ണമായും തകർന്നതായാണ് റിപ്പോർട്ടുകൾ. ഇത് തുടർച്ചയായ ആഘാതമാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീപിടുത്തമുണ്ടാകുന്ന മൂന്നാമത്തെ അമേരിക്കൻ യുദ്ധക്കപ്പലാണിത്. നേരത്തെ യുഎസ്എസ് ജെറൽഡ്, യുഎസ്എസ് ആബ്രഹാം ലിങ്കൺ എന്നീ കപ്പലുകളിലും സാങ്കേതിക തകരാറുകളും തീപിടുത്തവും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ പിന്നിലെല്ലാം ഇറാന് തന്നെയാണ് എന്ന് അമേരിക്ക സമ്മതിക്കുന്നില്ല എങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങള് ഇറാന് ആക്രമണത്തിലേക്കാണ് സൂചന നൽകുന്നത്. തീപിടുത്തത്തില് വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കപ്പലിന്റെ എഞ്ചിൻ റൂം തകർന്നതോടെ കപ്പൽ പ്രവർത്തനരഹിതമായി. ഇറാന്റെ സൈബർ ആക്രമണമോ അട്ടിമറിയോ ആണോ ഇതിനു പിന്നിലെന്ന് അമേരിക്ക സംശയിക്കുന്നു. സ്വന്തം കപ്പലുകൾക്ക് നേരെ ഇത്തരം ആഘാതങ്ങൾ ഏൽക്കുമ്പോഴും ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു. യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ വൈറ്റ് ഹൌസ് ഊർജിതമായി തുടരുകയാണ്. കപ്പൽ തകരാറിലായതിനെ തുടർന്ന് മേഖലയിലെ മറ്റ് നാവിക യൂണിറ്റുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ പിൻവാങ്ങുന്ന വാർത്ത പുറത്തുവന്നിരുന്നു. പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഉരുക്കുമുഷ്ടിക്ക് മുന്നിൽ നിൽക്കക്കള്ളിയില്ലാതെ അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനിക്കപ്പലായ യുഎസ്എസ് ജെറൽഡ് ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ നിന്ന് പിൻവാങ്ങാൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിരുന്നു. 10 മാസത്തിലധികം കടലിൽ കിടന്ന ഈ കപ്പല് പ്രത്യാക്രമണ ഭീഷണിയും സാങ്കേതിക തകരാറുകളും കാരണം നാണംകെട്ടാണ് വിർജീനിയയിലേക്ക് മടങ്ങുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ആധിപത്യം തകർക്കാൻ വന്ന അമേരിക്കൻ പടക്കപ്പൽ ലക്ഷ്യം കാണാതെ മടങ്ങുന്നത് ഇറാന്റെ നയതന്ത്ര സൈനിക വിജയമായിട്ടാണ് ലോകം കാണുന്നത്. കപ്പലിലെ ലോണ്ട്രി റൂമിലുണ്ടായ തീപിടുത്തവും ടോയ്ലറ്റ് സംവിധാനങ്ങളുടെ തകരാറും കാരണം സൈനികർ നരകിക്കുകയായിരുന്നുവെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ മേഖലയിലെ അമേരിക്കൻ ശക്തി പകുതിയായി കുറഞ്ഞത് ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നതില് സംശയമില്ല.